നിലവിലെ സർക്കാരിനൊപ്പം നിപയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ഒറ്റക്കെട്ടായി പൊരുതാമെന്ന ആഹ്വാനവുമായിട്ടാണ് വീണ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ RT-PCR പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തുനിൽക്കാതെ നിലവിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രതിരോധ നടപടികളിലേക്ക് കടക്കണമെന്ന് മുൻ മന്ത്രി വ്യക്തമാക്കി. 2021 LDF സർക്കാരിന്റെ കാലത്ത് നിലവിലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിപ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയുടെ വീഡിയോ പലരും അയച്ചു തന്നതായാണ് വീണ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞത്. അന്നത്തെ വിമർശനങ്ങളെ കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ലെന്നും ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്നും വ്യക്തമാക്കി. രോഗങ്ങളുടെ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏറ്റവും മികച്ച ശാസ്ത്രീയ പ്രതിരോധം തീർക്കുക എന്നതാണ് അനിവാര്യം. അതിനെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് ഇടതുപക്ഷ സമീപനമെന്നും വീണ ഫേസ്ബുക്കിൽ കുറിച്ചു. LDF ഭരണകാലത്ത് നിപ സ്ഥിരീകരിച്ചപ്പോൾ കെ മുരളീധരൻ സർക്കാരിനെ വിമർശിച്ച വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഭരിച്ചപ്പോൾ കേരളത്തിൽ വവ്വാലുകൾ ഉണ്ടായിരുന്നെന്നും എന്താണ് ഇപ്പോൾ രോഗം പടരാനുള്ള കാരണമെന്നുമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അന്ന് വിമർശനം ഉന്നയിച്ചത്. എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയുമെന്ന അവസ്ഥയാണ് കേരളത്തിനെന്നാണ് 2021 മുരളീധരൻ പറഞ്ഞത്. മര്യാദയ്ക്ക് എന്തെങ്കിലും ഒരു ആഘോഷം സംസ്ഥാനത്ത് നടന്നിട്ട് വർഷങ്ങളായെന്നും ഭരിക്കുന്നവർ നല്ലതല്ലെങ്കിൽ നാട്ടിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നുമാണ് അന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തിയിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മുൻ ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. ഷിഗല്ല രോഗം സംസ്ഥാനത്ത് പടരുന്ന സാഹചര്യവും അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഷിഗല്ല കേസുകൾ കേരളത്തിൽ ഉണ്ടാകുന്നതെന്നുമാണ് വീണ പറഞ്ഞത്. വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് നിപ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിപയെക്കുറിച്ച് ഇന്നത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തിയ പ്രസംഗം ഇന്ന് പലരും അയച്ചു തന്നു. അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും എഴുതുന്നില്ല. ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ. രോഗങ്ങളുടെ പ്രതിസന്ധികളിലും വെല്ലുവിളികളും ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏറ്റവും മികച്ച ശാസ്ത്രീയ പ്രതിരോധം തീർക്കുക എന്നതാണ് അനിവാര്യം. അതിനെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് ഇടതുപക്ഷ സമീപനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ RT-PCR പരിശോധനയിലാണ് നിപ രോഗം സ്ഥിരീകരിച്ചത്. രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗവ്യാപനം ഇല്ല എന്ന് ഉറപ്പാക്കാനും രോഗപ്രതിരോധത്തിനും നടപടികൾ സ്വീകരിക്കണം. അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി നാം ചിട്ടപ്പെടുത്തിയ ചികിത്സാ പ്രോട്ടോകോളും രോഗപ്രതിരോധ ഗൈഡ് ലൈനും കേരളത്തിനുണ്ട്. NIV പൂനെയിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഷിഗല്ല രോഗം സംസ്ഥാനത്ത് പടരുന്ന സാഹചര്യവും അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഷിഗല്ല കേസുകൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, മറ്റ് രോഗമുള്ളവർ എന്നിവരിൽ ഷിഗല്ല ഗുരുതരമാകും. രോഗത്തിന്റെ സാമൂഹിക വ്യാപനം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ നടപടികൾ കൈക്കൊള്ളണം. പകർച്ചവ്യാധികൾക്കെതിരെ നമുക്ക് പ്രതിരോധം തീർക്കാമെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. അതേസമയം മുരളീധരന്റെ പഴയ വീഡിയോ പ്രസംഗവും ഈ സാഹചര്യത്തിൽ ചർച്ചയാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.